പുറത്ത് ഉച്ചവെയിൽ കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തീക്ഷ്ണത വണ്ടിയുടെ ചില്ലുകളിലൂടെ തുളച്ചു കയറി. ഉള്ളിൽ ഒരുതരം അസ്വസ്ഥത പടർത്തി. എങ്കിലും സഹദേവൻ ഡോക്ടറുടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയ്ക്കൊരുതരം തണുപ്പ് പടർത്താനേ ആ വെയിലിന് കഴിഞ്ഞുള്ളൂ. വണ്ടി അത്യാവശ്യം വേഗത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ഞങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഒരേയൊരു ചോദ്യം അലയടിച്ചു: ആരായിരിക്കും ഇയാൾ? ഈ കാലഘട്ടത്തിലും ഈ അതിവേഗ ലോകത്തിലും ഇങ്ങനെ ഒരാളോ എന്ന അത്ഭുതമാണ് ആ ചോദ്യത്തേക്കാൾ ഞങ്ങളെ വലയം ചെയ്തത്. ഒരുതരം അവിശ്വസനീയത ഞങ്ങളുടെ ഉള്ളിൽ കൂടുകൂട്ടി. അങ്ങനെ സഹദേവൻ ഡോക്ടറുടെ മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു. അവിടെ പുറം ലോകം കാണാത്ത പലതരം മനുഷ്യർ. ഓരോരുത്തരുടെയും കണ്ണുകളിൽ ഓരോ കഥകൾ, ഓരോ വേദനകൾ, ഓരോ ഭ്രാന്തുകൾ ഒളിഞ്ഞിരിക്കുന്നു. ആ കാഴ്ചകൾ ഉള്ളുലച്ചുകൊണ്ട് ഒരുതരം ഭാരത്തോടെ ഞങ്ങൾ ഡോക്ടറുടെ മുറിയിലെത്തി. ഇരിക്കൂ, ഡോക്ടർ സൗമ്യമായി പറഞ്ഞു. ആ വാക്കുകളിൽ ഒരുതരം ശാന്തതയുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള കസേരകളിലിരുന്നു. ഡോക്ടർ പതിയെ സംസാരിച്ചു തുടങ്ങി. ഇവിടെ ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് പത്രത്തിൻ്റെ പരസ്യ വിഭാഗത്തിലുള്ള കുറച്ച് ആളുകളാണ്. അവിടെ വരുമ്പോൾ ഇദ്ദേഹം തികച്ചും അസ്വസ്ഥനായിരുന്നു. വാക്കുകൾക്ക് അതീതമായ ഒരുതരം രോഷം അദ്ദേഹത്തിൽ നിറഞ്ഞിരുന്നു. ഞങ്ങൾക്കൊരു മയക്കുമരുന്ന് കുത്തിവയ്പ്പ് നൽകേണ്ടി വന്നു. ഡോക്ടർ തുടർന്നു. കൊണ്ടുവന്നവർ പറഞ്ഞത് ഇദ്ദേഹം ഒരു പരസ്യം നൽകാൻ വന്നതാണെന്നാണ്. ഇദ്ദേഹം എഴുതി കൊടുത്ത പരസ്യം വായിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്നവരെല്ലാം പരിഹാസത്തോടെ ചിരിച്ചത്രേ. ആ ചിരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയെന്ന് തോന്നുന്നു. ആഴത്തിലുള്ള ഒരു മുറിവായി അത് മാറിയിരിക്കാം. അദ്ദേഹം അക്രമാസക്തനാവുകയും ചെയ്തു. അദ്ദേഹം എഴുതിക്കൊടുത്ത പരസ്യം ഡോക്ടർ ഞങ്ങൾക്ക് നേരെ നീട്ടി. അതിങ്ങനെയായിരുന്നു: എനിക്കൊരു വീടോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമോ ആവശ്യമുണ്ട്. ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കണം. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും സാറ്റലൈറ്റ് ടിവിയും കേബിൾ ടിവിയും ഒന്നുമില്ലാത്തൊരു നാട്ടിലാണ് എനിക്ക് വീട് അല്ലെങ്കിൽ സ്ഥലം ആവശ്യമുള്ളത്. പരസ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം നോക്കാതിരിക്കാനായില്ല. ഒരു നിമിഷം ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒരുതരം ശൂന്യത നിറഞ്ഞു. ഈ ആവശ്യത്തെയാണോ അവർ ഭ്രാന്തായി കണ്ടത്? ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഡോക്ടർ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം, ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആ വാക്കുകളിൽ ഒരുതരം ദൃഢനിശ്ചയം നിറഞ്ഞിരുന്നു. ഡോക്ടർ ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് നയിച്ചു. മുറിയിൽ ഒരു കസേരയിൽ ശാന്തനായിരിക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു തരം നിശബ്ദത ഞങ്ങളെ വലയം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു തരം നിസ്സംഗതയും അതേസമയം ആഴത്തിലുള്ള ഒരു തേടലും ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അദ്ദേഹത്തിനടുത്തിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. അത് ഇവരോട് പറയണം. കാരണം അത് ഈ സമൂഹം അറിയണം. ഡോക്ടർ മൃദുവായി അദ്ദേഹത്തോട് പറഞ്ഞു. ഡോക്ടറുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാക്കിയെന്ന് തോന്നി. അദ്ദേഹം ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരുപാട് വേദനകളും കാലം മായ്ക്കാത്ത ഓർമ്മകളും ഒരു തരം നിസ്സഹായതയും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നി. എൻ്റെ പേര് ഉസ്മാൻ, അദ്ദേഹം പതിയെ പറഞ്ഞു തുടങ്ങി. ആ ശബ്ദത്തിൽ ഒരു തരം വിഷാദം കലർന്നിരുന്നു. എൻ്റെ ചെറുപ്പകാലം ഒരു ഗ്രാമത്തിലായിരുന്നു. പ്രകൃതിയോടിണങ്ങി മനുഷ്യബന്ധങ്ങൾക്ക് വിലയുണ്ടായിരുന്നൊരു കാലം. ഉപ്പാക്ക് ഗൾഫിലായിരുന്നു ജോലി. ആഴ്ചയിൽ ഒരു കത്തെഴുതുമായിരുന്നു. ആ കത്തുകൾ വെറും കടലാസ് തുണ്ടുകളായിരുന്നില്ല. ഉപ്പയുടെ സ്നേഹവും കരുതലും ഞങ്ങളോടുള്ള ആഴത്തിലുള്ള ബന്ധവും അതിൽ നിറഞ്ഞിരുന്നു. പോസ്റ്റ്മാൻ അത് വീട്ടിൽ കൊണ്ടുവരുന്ന ദിവസം ഞങ്ങൾക്ക് അതൊരു ഉത്സവമായിരുന്നു. ആ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു തരം സന്തോഷം നിറയും. കത്ത് വന്നാൽ ഉമ്മ ഞങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി ഉറക്കെ വായിച്ചു കേൾപ്പിക്കും. ഉമ്മയുടെ ശബ്ദത്തിൽ ഉപ്പയുടെ സാമീപ്യം
ഞങ്ങൾ അനുഭവിച്ചു. വായിച്ചു തീർന്നു കഴിഞ്ഞാലും ഉമ്മ അത് വീണ്ടും വീണ്ടും വായിക്കുന്നത് കാണാം. ഓരോ വരിയിലും ഉപ്പയുടെ സാമീപ്യം അനുഭവിച്ച് ആ വാക്കുകളിലൂടെ ഉപ്പയെ തൊട്ടറിഞ്ഞ്. അത് വെറുമൊരു വായനയായിരുന്നില്ല, ആത്മാവിൻ്റെ സംഗമമായിരുന്നു. പിറ്റേ ദിവസം സ്കൂൾ വിട്ടു വരുമ്പോഴും ഉമ്മയുടെ കയ്യിൽ കത്ത് കാണും. ഞാൻ ചോദിക്കും, ഉമ്മേ, ഈ കത്ത് ഇന്നലെ വായിച്ചതല്ലേ? അപ്പോൾ ഉമ്മ ചിരിച്ചുകൊണ്ട് പറയും, മോനെ, ഈ കത്തിന്ന് ഉമ്മ ഒരു 30 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഈ കത്തുകളെല്ലാം ഉമ്മാക്ക് മനഃപ്പാടമാണ്. എന്നാലും വീണ്ടും വീണ്ടും കിട്ടുന്ന ആ ഒരു സുഖം. ഉപ്പ അവിടെയാണെങ്കിലും മോനെ, ഈ ഉമ്മാക്ക് ഉപ്പ ഇവിടെയുള്ളതുപോലെ തോന്നും. ഉമ്മയുടെ കണ്ണുകളിൽ ഒരു തരം തിളക്കം ഞാൻ കണ്ടു. അത് സ്നേഹത്തിൻ്റെ, ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ തിളക്കമായിരുന്നു. ആ കത്തുകൾ ഉമ്മയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഉപ്പയുടെ സാമീപ്യം നൽകിയ ആശ്വാസമായിരുന്നു. ഉസ്മാൻ ഓർമ്മകളിൽ മുഴുകി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഒടുവിൽ ഉപ്പ ഗൾഫിലെ ജോലി മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തി. ഞങ്ങൾക്കൊരു വലിയ വീടും ഒരുപാട് സ്ഥലവും സ്വന്തമായി ഉണ്ടായിരുന്നു. പറമ്പിലെ വലിയ ജോലികൾക്ക് ഉപ്പ പണിക്കാരെ വിളിക്കാറുണ്ടായിരുന്നെങ്കിലും അവരുടെ കൂടെ ഉപ്പയും ഉണ്ടാകും. ഉപ്പയുടെ വിയർപ്പും അധ്വാനവും ആ മണ്ണിൽ ലയിച്ചു ചേർന്നു. പിന്നീട് എല്ലാ ദിവസവും ഉപ്പ പറമ്പിൽ പണിയെടുക്കുന്നത് പതിവായി. പറമ്പിലെ പണി അങ്ങനെയാണല്ലോ, എത്ര ചെയ്താലും തീരാത്ത ജോലികളുണ്ടാവും. ഉപ്പയുടെ അടുത്ത് കപ്പിൽ കുടിക്കാനുള്ള വെള്ളമുണ്ടാകും. അടുക്കളയിലെ ജോലികൾക്കിടയിലും ഉമ്മ നാരങ്ങാ വെള്ളം കലക്കി ഉപ്പയുടെ അടുത്തേക്ക് നടക്കും. ആ നടത്തത്തിൽ ഒരു തരം സ്നേഹവും കരുതലും നിറഞ്ഞിരുന്നു. ഇത് നാരങ്ങാ വെള്ളം, ഉമ്മ പറയും. വെള്ളമല്ലേ ഇവിടെയുള്ളത്? ഉപ്പയുടെ ചോദ്യത്തിന് മറുപടിയായി ഉമ്മ പുഞ്ചിരിക്കും. ആ പുഞ്ചിരിയിൽ 1000 വാക്കുകൾ ഒളിഞ്ഞിരുന്നു. ഉപ്പ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഉമ്മ കുറേ നേരം അവിടെ തന്നെ നിൽക്കും. ഞങ്ങൾ മക്കളായി വീട്ടിലുണ്ടായിട്ടും ഉപ്പാക്ക് വെള്ളവും ചായയും കൊടുക്കാൻ ഉമ്മ തന്നെ ചെല്ലുമായിരുന്നു. ഇടയ്ക്കിടെ ഉമ്മ ചെന്ന് ചോദിക്കും, എന്തെങ്കിലും വേണോ? അതൊരു വെറും വെള്ളം കൊടുക്കലോ ചായ കൊടുക്കലോ ആയിരുന്നില്ല. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. അവിടെ ഉമ്മക്കുപ്പയോട് ശബ്ദമില്ലാത്ത എന്നാൽ ശക്തമായൊരു ആശയവിനിമയം നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒറ്റക്കല്ല, ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളാണ് എനിക്കെല്ലാം. നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് വീട്ടിനകത്തിരിക്കാൻ തോന്നുന്നില്ല. ഇതായിരുന്നു ആ മൗനത്തിൻ്റെ ഭാഷ. ആ മൗനത്തിൽ അലിഞ്ഞു ചേർന്ന സ്നേഹം, പരസ്പരമുള്ള കരുതൽ, ആഴത്തിലുള്ള ബന്ധം. അതായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ശക്തി. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ട ആ യഥാർത്ഥ പ്രചോദനം അന്നത്തെ എല്ലാ കുടുംബങ്ങളിലും നിലനിന്നിരുന്നു. ഉസ്മാൻ പറഞ്ഞു നിർത്തി. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഞങ്ങളോട് കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. വെള്ളം കുടിച്ച് ഉസ്മാൻ ഞങ്ങളെ നോക്കി. ആ കണ്ണുകളിൽ ഒരുതരം ദയനീയതയും അതേസമയം ഒരുതരം നിസ്സംഗതയും നിറഞ്ഞിരുന്നു. ഡോക്ടറും ഞങ്ങളും പരസ്പരം നോക്കി. ഇങ്ങനെ ഒരു മനുഷ്യനെയാണോ അവർ ഭ്രാന്തൻ എന്ന് വിളിച്ചത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിങ്ങലുണ്ടാക്കി. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വീട് നോക്കുന്നത്? ഞങ്ങൾ ഉസ്മാനോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ ഒരു തരം ആകാംക്ഷയുണ്ടായിരുന്നു. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഉപ്പയും ഉമ്മയും ഞങ്ങൾ മക്കളും അനുഭവിച്ച ആ സന്തോഷം, ആ ആഴത്തിലുള്ള ബന്ധം, അതിപ്പോൾ കിട്ടുന്നില്ല. ഉസ്മാൻ പതിയെ പറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരുതരം വിഷാദം കലർന്നിരുന്നു.
ഞാൻ എന്നും രാവിലെ ജോലിക്ക് പോകും. തിരക്കിട്ട ജീവിതം. വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വരും. പക്ഷേ എനിക്ക് കിട്ടേണ്ട സ്നേഹം, ആ ആത്മാർത്ഥമായ സ്നേഹം, അത് ഈ സാമൂഹിക മാധ്യമങ്ങൾ അപഹരിക്കുന്നു. സ്നേഹത്തിൻ്റെ വില ഇന്ന് ആർക്കും അറിയില്ല. ഓരോരുത്തരും അവരവരുടെ ലോകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നു. ഫോണുകളുടെയും സ്ക്രീനുകളുടെയും ലോകത്ത് യഥാർത്ഥ ബന്ധങ്ങൾ മരവിച്ചു പോകുന്നു. അദ്ദേഹം ദീർഘമായി നിശ്വസിച്ചു. ആ നിശ്വാസത്തിൽ ഒരുപാട് നിരാശയും വേദനയും നിറഞ്ഞിരുന്നു. ഈ സോഷ്യൽ മീഡിയയോടും ഇൻ്റർനെറ്റിനോടും എനിക്ക് വെറുപ്പൊന്നുമില്ല. ഉസ്മാൻ തുടർന്നു. നമ്മുടെ ഭാവിക്ക് ഇത് നിർബന്ധമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. പക്ഷേ ഈ ലോകത്തുള്ള 99% ജനങ്ങൾക്കും അതിൻ്റെ സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല. അതൊരു ശാപമായി മാറുകയാണ്. നമ്മൾ എത്ര തിരുത്തിക്കഴിഞ്ഞാലും, എത്ര പറഞ്ഞു കൊടുത്താലും ഇവരാരും അത് മനസ്സിലാക്കത്തില്ല. ആഴത്തിലുള്ള ചിന്തകൾക്കോ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾക്കോ അവർ വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ മൊബൈലും ഇൻ്റർനെറ്റും ഒന്നുമില്ലാത്ത ഒരു ലോകം അന്വേഷിക്കേണ്ടി വരുന്നത്. എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സ്നേഹം, ആഴത്തിലുള്ള സ്നേഹം, അതനുഭവിക്കണമെങ്കിൽ ഈ ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരിടം എനിക്ക് കണ്ടെത്തണം. ഉസ്മാൻ പറഞ്ഞു നിർത്തി. ആ വാക്കുകളിൽ ഒരുതരം നിസ്സഹായതയും അതേസമയം ഒരുതരം ദൃഢനിശ്ചയവും നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് വന്ന ആ വാക്കുകൾ ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒരു നീറ്റലുണ്ടാക്കി. ഞങ്ങളവിടെ നിശബ്ദരായിരുന്നു. ഉസ്മാൻ്റെ വാക്കുകൾ ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒരു നീറ്റലുണ്ടാക്കി. യഥാർത്ഥ ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഉസ്മാൻ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അദ്ദേഹത്തെ ഭ്രാന്തരെന്ന് മുദ്രകുത്തിയ സമൂഹം യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? ആഴത്തിലുള്ള ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു. സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു ലോകത്ത് ഉസ്മാനെപ്പോലുള്ളവരുടെ തേടൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.